യേശുകർത്താവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മെ ആഴമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിൽ നിന്ന് നാം അകന്നു പോയാലും നമ്മളിൽ നിന്നകന്നു പോകാതെ നമ്മളെ ആഴമായി സ്നേഹിക്കുവാൻ നമ്മുടെ അടുക്കലേക്ക് അടുത്ത് വരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. ആ കർത്താവ് നമ്മുടെ പാപം പോക്കി, പാപത്തിനടിയപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിച്ചിരുന്ന നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ പാപമില്ലാത്ത കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയുടെ കൊലമരത്തിൽ പരമയാഗമായി തീർന്നു. കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത്, എങ്ങനെ മരിക്കേണ്ട സ്ഥാനത്ത്? പാപത്തിൽ മരിക്കേണ്ട സ്ഥാനത്ത്. അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ, വിടുതൽ നൽകുവാൻ, പാപമോചനം നൽകുവാൻ കർത്താവ് യാഗമായി തീർന്നു. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിച്ചു. യേശുവിൻ്റെ രക്തം, വിശുദ്ധ രക്തം, പുണ്യാഗ രക്തം, വീണ്ടെടുപ്പിൻ്റെ രക്തം, വിലയേറിയ രക്തം, ആർക്കും ഒരിക്കലും വിലയിടുവാൻ കഴിയാത്ത രക്തം. ആ യേശുവിൻ്റെ രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തു. ആ രക്തം വിലയേറിയ രക്തമാണ്. ആ രക്തം നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി നാമും വിലയുള്ളവരായിത്തീരണം. തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തു. നമ്മൾ പാപത്തിലായിരുന്നു, നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി യാഗമായി തീർന്നു. ആ രക്തം, വിലയേറിയ രക്തം നമ്മളെ വീണ്ടെടുത്തു. രാജ്യവും പുരോഹിതന്മാരും, അതായത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ആ ദൈവത്തിന് മഹത്വവും ബലവും, എല്ലാ മഹത്വവും പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്. ഒന്നുമല്ലാത്ത നമ്മളെ എല്ലാം ഉള്ളവനായി കർത്താവ് കരത്തിലെടുത്ത് നല്ലൊരു മാനപാത്രമാക്കി തീർത്തുവെങ്കിൽ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി തുടർന്നുള്ള ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.